ഈ വർഷത്തെ ചാലിശ്ശേരി പൂരം രാമനിങ് എടുത്തു മക്കളെ. അതെ, ഒരേ ഒരു രാമാവതാരം. രാമനെ ഇറക്കാൻ 13 ലക്ഷം രൂപ വാരിയെറിഞ്ഞ പടിഞ്ഞാറേമുക്കല്ലാതെ മറ്റാരും. കൃത്യം 4 മണിക്ക് രാമന്റെ വരവാരംഭിച്ചു. രാമൻ വരുന്നത് കാണാൻ വഴിയരികിൽ കാത്തുനിന്നവരേറെ. അങ്ങനെ അവനിങ്ങെത്തി. അസ്തമയ സൂര്യന് തിളക്കം കൂട്ടാൻ ഇളക്കത്താലിയിൽ തീർത്ത തങ്കത്തിടമ്പുമായി സാക്ഷാൽ രാമരാജാവ്. പരിചയപ്പെടുത്തൽ ആവശ്യമില്ലെങ്കിലും പെരുമ കുറയാതിരിക്കാൻ ആ തങ്കത്തിടമ്പിൽ ആലേഖനം ചെയ്തത് ഇങ്ങനെ: പടിഞ്ഞാറേമുക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. മുൻനിരയിൽ നടക്കുന്ന മറ്റ് കമ്മിറ്റിക്കാരോട് വഴിയൊരുക്കാൻ ആവശ്യമുയർന്നു. വരുന്നത് രാമനാണ്. രാമന് സംരക്ഷണമൊരുക്കാൻ 2 യൂണിറ്റ് എലിഫാന്റ് സ്ക്വാഡ്, കവചമൊരുക്കാൻ പടിഞ്ഞാറേമുക്കിന്റെ പിള്ളേര് വേറെയും. 6 അടി തിടമ്പിൽ റോസാപ്പൂക്കൾ ഒരുക്കിയ മനോഹാരിത, കഴുത്തിൽ 8 അടി വലിപ്പത്തിലുള്ള ഗംഭീരമാല, മുന്നിൽ 60-ലധികം വാദ്യ കലാകാരന്മാരുടെ അതിഗംഭീര മേളവും, പെരുമ കുറയാതിരിക്കാൻ കലക്കൻ നാദസ്വരവും, വഴി നടത്താൻ കൂളായി നെന്മാറ രാമേട്ടനും പിന്നെ കടുക്കൻ രാജേഷും, കൂട്ടത്തിൽ രാമനാർമിയും. ഇനി എന്ത് വേണം മക്കളെ? രാമരാജാവിന് വഴിയൊരുക്കി ഒടുവിൽ പാമ്പാടിക്ക് മുന്നിലെത്തി. ആരാധകർ ആർത്തു വിളിച്ചെങ്കിലും പരസ്പരം മത്സരിക്കാൻ 2 പേരും തയ്യാറായതേയില്ല. അതിരില്ല ആവേശം അലതല്ലി. പിന്നീട് രാമന് മുന്നിൽ പാട്ടും നൃത്തവും ഒക്കെയായി. അങ്ങനെ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവിലേക്ക് എത്തിയതും രാമനു വേണ്ടി കേന്ദ്ര കമ്മിറ്റിക്കാരുടെ വക ഒരു അനൗൺസ്മെന്റും. അങ്ങനെ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി
പിന്നെ നേരെ കൂട്ടിയെഴുന്നള്ളത്തിന്. പിന്നെ ചെറുപ്പുളശ്ശേരി രാജശേഖരം വന്നു, പാമ്പാടി രാജൻ വന്നു, പുതുപ്പള്ളി കേശവൻ വന്നു, ഗുരുവായൂർ നന്ദം വന്നു, ചിറക്കൽ കാളിദാസനും വന്നു. പക്ഷേ കൂട്ടിയെഴുന്നള്ളത്തിൽ താരമായത് രാമൻ തന്നെ ആയിരുന്നു കേട്ടോ. പതിമൂന്ന് ലക്ഷത്തിൻ്റെ ആന വരുന്നുണ്ട് പറഞ്ഞവരും, ആനക്കേരളത്തിൻ്റെ വല്യാന വരുന്നുണ്ട് പറഞ്ഞവരും, രാമരാജാവ് വരുന്നുണ്ട് പറഞ്ഞവരും ഒക്കെ ആ നിൽപ്പ് കാണാൻ അവിടെ എത്തിയിരുന്നു. ഒരിക്കൽ ചാലിശ്ശേരിയിൽ കർണൻ നിന്ന നിൽപ്പിനെ ഓർമ്മിപ്പിക്കാൻ അവൻ്റെ ആരാധകരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചാലിശ്ശേരി പൂരത്തിലെ രാമചരിതം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ആനവിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.